തെരുവിൽ നിന്ന് പ്രസംഗിക്കുക. അതാണല്ലോ പെന്തക്കോസ്ത് സഭയുടെ പ്രത്യേകത. ഈ സ്റ്റാൻഡൊക്കെ പിന്നെ വന്നതാ അല്ലേ? പെന്തക്കോസ്തിലെ പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാര് അവരിൽ നിന്ന് റോഡിൽ നിന്ന് പ്രസംഗിച്ച പ്രസംഗമൊക്കെ നിസ്സാര പ്രസംഗമാണോ? ആരും കേൾക്കാനുണ്ടാവില്ല ചിലപ്പോ. പക്ഷെ അതവർക്ക് പ്രശ്നമല്ല. കേട്ടാലും കൊള്ളാം, കേട്ടില്ലെങ്കിലും കൊള്ളാം, കേട്ടവർക്ക് കൊള്ളാം എന്നുള്ളതാണ് അന്നത്തെ പാസ്റ്റർമാരുടെ രീതി അല്ലേ? കേൾക്കാത്തവർക്ക് പോയി, അത്രയേ ഉള്ളൂ. ഒരിക്കൽ ഒരു മഹാരാജാവ്, ശ്രീമൂല മഹാരാജാവ് പന്തളം വഴി നടന്നു പോയപ്പോ, നിങ്ങൾ ആ പേര് കേട്ടിട്ട്, കാണ്ടമ്മ എന്നൊരു സ്ത്രീയുണ്ട്. കാണ്ടമ്മ വലിയൊരു വർക്കറാണ്. അവര് മഹാരാജാവ് കടന്നു പോകുമ്പോ അവര് പ്രസംഗിച്ചു. ഇന്നത്തെ പോലെ ആരും പിടിച്ചു മാറ്റി തള്ളിയൊന്നും ഇല്ല. പന്തളം ജംഗ്ഷനിൽ ബൈബിൾ പ്രസംഗിച്ചു. അപ്പൊ ശ്രീമൂലൻ രാജാവിന്റെ വാഹനം പോകുമ്പോ രാജാവ് നോക്കി. 100 വർഷം മുമ്പാണ്. അപ്പൊ അവര് രാജാവ് അത് കണ്ടാൽ രാജാവ് അവരെ എടുത്ത് മാറ്റാനൊന്നും പറഞ്ഞില്ല. ഇപ്പോഴാണ് എടുത്ത് അറിയുവാൻ. പാർട്ടിയുടെ പ്രവർത്തനം പറഞ്ഞു, അവൻ അതൊക്കെ നിർത്തിയപ്പോ കീബോർഡ് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അത് പെന്തക്കോസ്ത് സഭയുടെ കീബോർഡ് വായനക്കാരനാ. അപ്പൊ വാള് താഴെ വെച്ച് കീബോർഡ് എടുത്തു. നല്ലതല്ലേ? അവന്റെ കുടുംബത്തിൽ സമാധാനം വന്നില്ലേ? കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയില്ലേ? അല്ലേ? അപ്പൊ ഇത് സത്യത്തിലൊരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ? ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും ഞാനടക്കമുള്ള എല്ലാ പാർട്ടികളും പരാജയപ്പെട്ടെടുത്ത് ഒരു സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കാൻ ഇന്ന സഭ എന്നില്ല, നിങ്ങൾ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ചു. ഞാൻ അതിന് നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഞാൻ ഈയിടെ വേറൊരു മിനിസ്ട്രിയുടെ പരിപാടിക്ക് പോയപ്പോൾ അവര് ചെയ്യുന്ന വർക്ക്, ഈ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യയാണ്. പാവപ്പെട്ട ആളിലാണ് ആത്മഹത്യ ചെയ്യുന്നത്, പണക്കാരെ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ വളരെ കുറവല്ലേ? അല്ലേ? 100 ആത്മഹത്യ നടന്നാൽ അതിൽ പണക്കാരന്റെ ആത്മഹത്യ ഒന്നേ ഉണ്ടാവുള്ളൂ. പാവങ്ങൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വഴക്കുണ്ടാക്കി ആത്മഹത്യ. ഞാൻ അടുത്തിടെ മനസ്സിലാക്കിയ ചില മിനിസ്ട്രികൾ, നിങ്ങൾ ആത്മഹത്യ ചെയ്ത്, അവർ ദൈവികമായിട്ടുള്ള പോയിന്റാണ്. നിങ്ങൾക്ക് മറ്റൊരു ജീവൻ, മറ്റൊരു ജീവിതം സ്വർഗത്തിൽ നിന്ന് കിട്ടും, ഇവിടെ മരിക്കേണ്ടത് നിങ്ങളെ കൊല്ലം, നിങ്ങൾ സ്വയം മരിക്കരുത് എന്നതായിരിക്കും അവർ പറയുന്ന അവരുടെ ദൈവികമായ ഭാഷ്യമെങ്കിലും എത്രയോ കുടുംബങ്ങൾ ഈ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിന്റെ ഫലമായി ഇന്ന് അനാഥരായി തീർന്നിരിക്കല്ലേ? എനിക്കൊരു കുടുംബത്തെ അറിയാം. അമ്മ ആത്മഹത്യ ചെയ്തു, കുറച്ചു ദിവസം കഴിഞ്ഞ് അച്ഛനും ആത്മഹത്യ ചെയ്തു. ഈ കുട്ടികളല്ലേ? അപ്പൊ ഈ നാട്ടിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സഭയാണ് പെന്തക്കോസ്ത് സഭ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരുടെ മുന്നിലും അത് പറയുന്നതിനൊരു പ്രയാസവും ഇല്ല.